ഹലോ, സദാഗിരീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതൊരു അടിപൊളി പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളിന്ന് ഞാൻ പറയല, നിങ്ങളിത് ഉണ്ടാക്കി നോക്കി നിങ്ങളും പറയും അടിപൊളിയാണ്, അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ഒരു പൈനാപ്പിളിൻ്റെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ. എൻ്റെ പൈനാപ്പിൾ വല്ലാതെ പഴുത്തിട്ടില്ല, പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം നല്ല പഴുത്തെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നാവും. അപ്പം നമ്മളിന്ന് ഈ പൈനാപ്പിളിൻ്റെ പകുതി കൊണ്ടേ പച്ചടി ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. ഒരു 5-6 പേർക്ക് കഴിക്കാനുള്ള പച്ചടി ഉണ്ടാവും. പക്ഷേ അത് കൂടുതൽ ഉണ്ടാക്കുകയാണ് നല്ലത്, കാരണം അത് തികയാനൊരു ചാൻസും ഇല്ല. അപ്പോൾ പച്ചടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അതുപോലെ നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞെടുക്കണം, കാരണം ഇത് വെന്ത് ഉടയുമില്ല വല്ലാതെ പൈനാപ്പിൾ. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കണം. വേവാനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. പിന്നീട് നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നീടൊരു 1/2 ടീസ്പൂണോളം തന്നെ ഉപ്പും കൂടി നമുക്കിതിന് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് തന്നെ ഇതിന് ആവശ്യമായിട്ട് വരും. അതിനുശേഷം നമുക്കത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പോളം തേങ്ങ അരയ്ക്കാൻ വേണ്ടി എടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനൊരു പച്ചമുളക് എടുത്തു, പക്ഷേ ഇത് നല്ല എരിവുണ്ടായിരുന്നു. മറ്റുള്ള വീഡിയോയിലൊക്കെ കാണുന്ന പോലെ നമ്മൾ കുറേ മുളക് പൊടിയും ഇതൊന്നും ചേർത്ത് കൊടുക്കരുത്. പച്ചടീൻ്റെ ടേസ്റ്റേ പോയി കിട്ടും. അപ്പോൾ ഇത് ഒരു പച്ചമുളക് ഇട്ടിട്ട് തന്നെ നമുക്ക് നല്ല എരിവുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് കട്ട തൈരാണ്. ഒരു 2 ടീസ്പൂണോളം. അധികം പുളിയൊന്നുമില്ല, എന്നാൽ അത്യാവശ്യം പുളിയുണ്ട്. അങ്ങനത്തെ തൈര് ഞാനൊരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണ്. നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പിന്നീട് ചേർക്കുന്ന ഒരു 1/2 ടീസ്പൂണോളം കടുകാണ്. അത് നമുക്ക് വെള്ളം ഒഴിക്കാതെ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. പിന്നീട് ഇതിൻ്റെ ഒരു പ്രധാന ടേസ്റ്റ് ഉണ്ടാക്കുന്ന സംഭവമാണിത്. ഇതുപോലെ നമ്മളൊരു ചെറിയ കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ട് ജാറിലിട്ട് ഒന്ന് അരച്ച് അത് നമ്മൾ ഈ വെന്ത പൈനാപ്പിളിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കാരണം പൈനാപ്പിൾ ഉടയാത്ത കൊണ്ട് ആ ഗ്രേവിക്ക് പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് അല്ല, തേങ്ങേൻ്റെയും ആ കടുകിൻ്റെയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റാണ് വരിക. അപ്പോൾ നമ്മൾ ഇതുപോലെ പൈനാപ്പിൾ അരച്ച് ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും പൈനാപ്പിളിൻ്റെ. അപ്പോൾ ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതിനുശേഷം നമുക്കിതുപോലെ നമ്മൾ അരച്ച് വെച്ച അരപ്പ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നീട് നമുക്കത് അടുപ്പത്ത് വെച്ച് ഒരുപാട് തീ കൂട്ടി വെച്ച് നമുക്കത് തിളപ്പിച്ചെടുക്കരുത്, കാരണം അത് പിരിഞ്ഞു പോവും. അപ്പോൾ നമ്മളിതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ഈ സമയത്ത് നമുക്കതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം, എന്താ കുറവ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ സമയത്ത് ഉപ്പ് കുറച്ചും കൂടി വേണം തോന്നി. അതാണ് ഞാൻ 1/2 ടീസ്പൂണോളം ഉപ്പ് ഇതിന് വേണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് വേവിച്ചാൽ മതി കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കുക, ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്താണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഇപ്പോൾ ഇവിടെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നാൽ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. നമ്മൾ ഒരുപാട് സമയം അടുപ്പത്ത് വെക്കരുത്. പിന്നെ ചട്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇളക്കാതെ വെക്കാനും പാടില്ല, കാരണം ചട്ടി ചൂട് ഓൾറെഡി നല്ലോണം ഉണ്ടാകുമ്പോൾ പിന്നീട് അത് ചൂടായിട്ടുണ്ടിരിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ചൂടാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം നമുക്കൊരു പാനടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴേക്കും നമുക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എരിവൊന്നും ഇല്ലാത്ത വറ്റൽമുളകാണ്, കാരണം ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ മുളകിൻ്റെ അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാട്ടോ ഞാനത് കടുക് വറുത്തിടുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നമ്മുടെ പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പച്ചടി ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. നമ്മുടെ പച്ചടിയുടെ ഫൈനൽ ലുക്കാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കണം. പിന്നെ കൂടുതൽ ആളുകളനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി. ഇത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, ബൈ.